ഇപ്പോൾ കിട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരം ബസ് അപകടത്തിൽ ഭിന്നശേഷിക്കാരി മരിച്ചു. പൂവാർ സ്വദേശിനി നിഷ വി ആണ് മരിച്ചത്. കേരയിൽ ഓഫീസിലെ ജീവനക്കാരിയാണ്. വിശദാംശങ്ങളുമായി നിർബൻ ചക്രവർത്തി ചേരുകയാണ്. നിർബൻ, വീണ്ടും തലസ്ഥാനത്തൊരു ബസ് അപകടം കൂടി ഉണ്ടായിരിക്കുകയാണ്. ബസ് അപകടത്തിൽ ഭിന്നശേഷിക്കാരി മരിച്ചു എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. എപ്പോഴായിരുന്നു അപകടം? എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? സിന്ധൂരി, ഇന്ന് രാവിലെ 10:30 റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അപകടമുണ്ടായത്. ഇവരെ ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഈ ബസ് മുറിച്ചു കടക്കുന്നതിനിടയിൽ ബസിന്റെ അമിത വേഗതയാണോ അതോ ഈ സിഗ്നൽ മാറി വന്ന സമയത്ത് റോഡ് അവിചാരിതമായി ഇവർ മുറിച്ചു കടന്നതാണോ എന്ന കാര്യം വ്യക്തമല്ല. ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. KSRTC ബസ് ഇടിച്ചാണ് ഈ ഭിന്നശേഷിക്ക് ദാരുണ അന്ത്യമുണ്ടായത്. പൂവാർ സ്വദേശിനി ആണ് മരണപ്പെട്ടത്. നിഷയാണ് മരണപ്പെട്ട ആൾ. കേരയിൽ ഓഫീസിലെ ജീവനക്കാരിയാണ് നിഷ. രാവിലെ 10:30 ഓഫീസിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് ഈ ബസ് അപകടം ഉണ്ടായത്. ഈ ബസ് അപകടം സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ അപകടത്തിന്റെ സാഹചര്യം എന്താണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇപ്പോൾ മ്യൂസിയം പോലീസ് ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് വിശദാംശങ്ങൾ എടുത്താൽ മാത്രമേ ആരുടെ ഭാഗത്താണ് പിഴവ് എന്ന കാര്യം കണ്ടെത്താൻ കഴിയൂ. പക്ഷേ ഇന്ന് രാവിലെ 10:30 അപകടം സംഭവിക്കുന്നു. ഉടൻ തന്നെ കണ്ട മറ്റ് യാത്രക്കാരും പോലീസിന്റെ സഹായത്തോടെ ഉടൻ തന്നെ അവരെ ആശുപത്രിയിലേക്ക്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. വൈകിട്ടോടുകൂടിയാണ് മരണം സംഭവിച്ചത്. ഈ പൂവാർ സ്വദേശിനി നിഷ വി ആണ് മരണപ്പെട്ടത്. കേരയിൽ ഓഫീസിലെ ജീവനക്കാരിയാണ് നിഷ. സിന്ധു, വ്യക്തമാണ് നിർബൻ. തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. അപകടത്തിന്റെ സാഹചര്യം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. CCTV ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾക്ക് ശേഷമേ ഏതൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്, ആരുടെ ഭാഗത്താണ് പിഴവ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്തായാലും നിലവിൽ മ്യൂസിയം പോലീസ് ഈ ബസ് ഡ്രൈവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരിയായ പൂവാർ സ്വദേശിനി നിഷ വി ആണ് മരിച്ചത്. നിർബൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ നൽകിയത്.